فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما قال له موسى هل أتبعك على أن تعلمني مما علمت رشدا صدق الله العظيم. സൂറത്തുൽ കഹ്ഫിലെ 65-66 വാക്യങ്ങളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വിജ്ഞാനം തേടിക്കൊണ്ട് ഒരു പ്രവാചകൻ ദീർഘയാത്ര നടത്തുകയാണ്. കൂടെ ഒരു യുവാവും ഉണ്ട്. രണ്ടുപേരും ആ യാത്രയിൽ എവിടെയാണ് ഇറങ്ങേണ്ടത്, എവിടെയാണ് ഉദ്ദേശിക്കേണ്ടത്, അതിന് ഒരു അടയാളം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരു വേവിച്ച മത്സ്യം. അത് ജീവനോടെ എവിടെ നിന്നാണോ അപ്രത്യക്ഷമാകുന്നത് അതാണ് യാത്രയുടെ ലക്ഷ്യസ്ഥലം. അതങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷേ അത് ഉണർത്താൻ യുവാവിന് കഴിഞ്ഞില്ല, മറന്നു. കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഓർമ്മയിൽ വന്നു. രണ്ടുപേരും ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു വലിയ ആത്മീയ ജ്ഞാനമുള്ള വ്യക്തിയെ കാണുകയും ചെയ്തു. ആ സംഭവമാണ് 65-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഫവജദ അബ്ദൻ, ആ രണ്ടുപേരും കണ്ടെത്തി. അള്ളാഹു വളരെ വലിയ മഹത്വം നൽകിയ ഒരു വ്യക്തിയെ അവിടെ പരിചയപ്പെട്ടു. ആരായിരുന്നു അത്? ഫവജദ അബ്ദൻ മിൻ ഇബാദിന, അള്ളാഹുവിൻ്റെ അടിമകളിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മൂസാ നബി അലൈഹിസ്സലാമിനേക്കാൾ ചില വിഷയങ്ങളിൽ വിവരമുള്ള ഒരു വ്യക്തിയെ മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. ആത്തൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിന, അള്ളാഹു പ്രത്യേകമായി കാരുണ്യവും വിജ്ഞാനവും നൽകിയ ഒരു വ്യക്തിയാണത്. ആ വ്യക്തിയുടെ അടുക്കൽ താങ്കൾ പോകണം എന്നതാണ് മൂസാ നബി അലൈഹിസ്സലാമിന് ലഭിച്ച നിർദ്ദേശം. അതുപ്രകാരം ഖദിർ എന്ന് പറയുന്ന ആ ഗുരുനാഥനെ അവർ രണ്ടും കാണുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ ഗുരുവിൻ്റെ സമീപത്ത് എത്തുകയാണ്. കൂടെയുള്ള യുവാവും ഉള്ളതുകൊണ്ട് ഈ യാത്രയിലുടനീളമുള്ള ആ ബന്ധം അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ ഇവിടെ നമ്മോട് വിഷയങ്ങൾ പറഞ്ഞു തരുന്നത്. ഫവജദ, മൂസാ അലൈഹിസ്സലാമും കൂടെയുള്ള യുവാവും കണ്ടെത്തി, അബ്ദൻ മിൻ ഇബാദിന, നമ്മുടെ ഉത്തമദാസന്മാരിൽപ്പെട്ട ഒരു ദാസനായ ഖദിർ അലൈഹിസ്സലാമിനെ. ഖാല ലഹു മൂസ, മൂസാ നബി അലൈഹിസ്സലാം ആ വലിയ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഹൽ അത്തബിഉക, അങ്ങയോട് ഞാൻ പിന്തുടരട്ടെയോ, ഞാൻ അങ്ങയെ ഫോളോ ചെയ്യട്ടെ? അല അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ, താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ആത്മീയ വിജ്ഞാനങ്ങളിൽ നിന്ന് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി എൻ്റെ യാത്ര ഉപകാരപ്പെടട്ടെ. അതുകൊണ്ട് അങ്ങയോടൊപ്പം ഞാനും ചേരട്ടെ. ഒരു പ്രവാചകത്വം ലഭിച്ച ഒരു വ്യക്തി, അത്ര വലിയ പദവിയൊന്നും ഇല്ലാത്ത മറ്റൊരു വ്യക്തിയെ കാണാൻ പോകുന്നത്, അവരോട് അറിവുകൾ ചോദിക്കുന്നത് വിനയത്തിൻ്റെ അടയാളമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞതുപോലെ നമ്മേക്കാൾ ബഹുമാനമുള്ള വ്യക്തികളെ നാം ബഹുമാനിക്കുന്നുണ്ട്. നമ്മേക്കാൾ ബഹുമാനം കുറഞ്ഞവരുണ്ടാകും, അവരെയും നാം ബഹുമാനിക്കണം. അതാണ് സത്യവിശ്വാസത്തിൻ്റെ അടയാളം. ഏറ്റവും മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉണർത്തി, നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ മൂസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നിങ്ങൾ പഠിക്കുക. അദ്ദേഹത്തെക്കാൾ സ്ഥാനം കുറഞ്ഞ വ്യക്തിയുടെ അടുക്കൽ അറിവ് തേടി പുറപ്പെട്ടതുപോലെ അങ്ങേക്കാൾ ഒരുപക്ഷെ സ്ഥാനം കുറഞ്ഞവരുടെ അടുത്തും യാത്ര തേടി പോകേണ്ടതുണ്ട്. അങ്ങനെ പോയിട്ടുമുണ്ട്. അതാണ് മസ്ജിദുൽ അഖ്സയിൽ പ്രവാചകന്മാർ സമ്മേളിച്ച സ്ഥലത്തേക്ക് ഇസ്രാഇൻ്റെ രാത്രിയിൽ, മിഅ്റാജിൻ്റെ രാത്രിയിൽ
മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്തു. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വിജയത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് നല്ല അറിവുകൾ പഠിച്ച് അത് പ്രവർത്തനത്തിൽ പാലിക്കുന്ന നല്ല വ്യക്തികളുമായുള്ള ആത്മബന്ധം രൂപപ്പെടുത്തൽ. ആ സഹവാസം കൊണ്ട് വിജയം നേടൽ നമ്മുടെയും കടമയാണ്. ഈ ഒരു വലിയ പാഠം ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപിൽ സമർത്ഥിക്കുകയാണ്. ഒരു വ്യക്തി നബിയാകുന്നതോടുകൂടി നബി അല്ലാത്തവനേക്കാൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം മുന്നിൽ എത്തേണ്ടതാണ്. അതേ സമയത്ത് ചില അറിവുകൾ നബി അല്ലാത്ത വ്യക്തികളിൽ ഉണ്ടാകാം, ആ അറിവുകൾ നബിക്ക് ഇല്ലാതെയും വരാം. അങ്ങനെയാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ശരിയാണ്. നാം ഒരു അധ്യാപകൻ്റെ സമീപത്ത് പോയി അറിവ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയുന്ന ചില കാര്യങ്ങൾ ആ അധ്യാപകന് അറിയില്ല എന്നതുകൊണ്ട് അദ്ദേഹം അധ്യാപകനാകാതിരിക്കുന്നില്ല. മറിച്ച് വിനയത്വമാണ് ഇവിടെയെല്ലാം പ്രധാനമായി കാണുന്നത്. അല്ലാഹു തആലയുടെ പൊരുത്തമുള്ള വ്യക്തികൾ അവർ പ്രായത്തിൽ ചെറിയവരായാലും സ്ഥാനത്തിൽ താഴെയായാലും എന്താവട്ടെ അത്തരം ആളുകളെ പരിഗണിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും അത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അടയാളമാണ്. ഈ സംഭവത്തിൽ പറയുന്ന ആത്മീയമായ അറിവുകൾ ലഭിച്ച ഗുരു ആരാണ്? ഖളിർ അലൈഹിസ്സലാം ആകുന്നു എന്ന് ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. ധാരാളം പണ്ഡിതന്മാർ പറയുന്നത് ഖളിർ എന്ന വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് പേര് ലഭിക്കാനുള്ള കാരണം പച്ച എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം എവിടെ ഇരിക്കുന്നുവോ അവിടെ ഹരിതാഭമായി മാറുന്നു. അതുകൊണ്ടാണ് ആ പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. സസ്യങ്ങളൊന്നും മുളക്കാത്ത സ്ഥലത്ത്, ഉണങ്ങി വരണ്ട സ്ഥലത്ത് അദ്ദേഹം ഇരുന്നാൽ അവിടെ ഹരിതാഭമായി മാറുന്നു, ഗ്രീൻ സിറ്റിയായി മാറുന്നു. അത്ര മഹത്വമുള്ള കറാമത്തുകൾ ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖളിർ എന്ന് പേര് ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അറിവുകൾ പഠിക്കുവാൻ, അറിവുകൾക്ക് വേണ്ടി യാത്ര ചെയ്യുവാൻ, അറിവുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കാൻ നമുക്കെല്ലാം സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.